മൊത്തം ഇന്ന് കുട്ടികളൊക്കെ കുരങ്ങനാവാൻ പഠിക്കുകയാണ് എന്നാണ് കേട്ടത്. കുരങ്ങനാവാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഡാർവിൻ സിദ്ധാന്തം പഠിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ചാടിപ്പോകാൻ പഠിക്കുക. അതാണ് ഈ കുരങ്ങനാകാൻ പഠിക്കുക. കുരങ്ങനാണുള്ള ആ പരിപാടിയുള്ളത്. അല്ലെങ്കിൽ പിന്നെ തവളയാകാൻ പഠിക്കണം, അപ്പോഴും പിന്നെ ചാടും. അല്ലെങ്കിൽ റബ്ബറും പാൽ കുടിക്കണം, അപ്പോഴും ചാടും. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. നടന്ന ആരും പോണില്ല, ഒക്കെ ചാടിപ്പോകാം. തട്ടിക്കൊണ്ടോയി എന്ന് പറഞ്ഞു കേട്ടാൽ നമുക്ക് തോന്നും ഏഷ്യാഡപ്പ് പന്തിട്ടണമാതിരി ഒരു തട്ടൻ തട്ടിയപ്പോൾ ഹൈദരാബാദ് കണ്ട് എത്തിയതാണ്. എന്നാൽ അങ്ങനെയല്ല, പുറത്തു വന്നാണ്ട് ഇങ്ങനെ ഒന്ന് തട്ടിയിട്ടുള്ളൂ, അപ്പോൾ ഒപ്പണ്ട് പോയതാണ്. ചാടിപ്പോക്കിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് പെൺകുട്ടികളാണ്. ആൺകുട്ടികളെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പെൺകുട്ടി പെരേന്ന് ഇറങ്ങിങ്ങാണ്ട് വന്നിട്ട് ഇന്നെന്തേലും കാട്ടിക്കാളി എന്ന് പറഞ്ഞപ്പോൾ ഓനാണ് പെട്ടതാണ്. പ്രണയത്തിൽ സീരിയസ് ആയി നിലനിൽക്കുന്നത് പെൺകുട്ടികളാണ്, ആണുങ്ങളെല്ലാം. ആൺകുട്ടികളോട് വിളിച്ചിട്ട് എന്തിനാ പ്രേമിക്കണമെന്ന് ചോദിച്ചാൽ അവൻ പറയും മുതലാക്കാനാണ് എന്ന് പറയും. പെൺകുട്ടികൾ അതിനല്ല, ജീവിക്കാനാണ് എന്ന് പറയും. അതുകൊണ്ട് പ്രണയത്തിൽ കൂടുതൽ സൂക്ഷിക്കേണ്ടത് പെൺകുട്ടികളെയാണ്, ആൺകുട്ടികളല്ല. പെൺകുട്ടികളുടെ പ്രണയമാണ് സീരിയസ് ആകുന്നത്, അവരാണ് അതിൽ മുൻപന്തിയിലുള്ളത്. ഞാൻ നാളിങ്ങനെ കുറച്ച് കുട്ടികൾക്ക് ക്ലാസ് എടുത്തപ്പോൾ അവരോട് ചോദിച്ചു, പ്രേമിച്ചാൽ എന്താ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു. അതിൽ കുറച്ച് കുട്ടികൾ പറഞ്ഞു ഫോൺ നമ്പറാണ് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു അതിന് സ്വന്തമായിട്ട് ഫോൺ ഉണ്ടാവില്ലല്ലോ, ഉമ്മാൻ്റെ ഫോൺ നമ്പർ കൊടുക്കേണ്ടി വരില്ലെന്ന് ചോദിച്ചു. കുട്ടി പറഞ്ഞു പൂവാണ് കൊടുക്കേണ്ടത് പറഞ്ഞു, റോസാണ് കൊടുക്കേണ്ടത് പറഞ്ഞു. വേറൊരു കുട്ടി പറഞ്ഞു മോതിരാണ് കൊടുക്കേണ്ടത് കാരണം. വേറൊരു കുട്ടി പറഞ്ഞു മനസ്സാണ് കൊടുക്കേണ്ടത് കാരണം. വേറൊരു കുട്ടി പറഞ്ഞു ചോക്ലേറ്റാണ് കൊടുക്കേണ്ടത് കാരണം. ഞാൻ ഇപ്പോൾ രക്ഷിതാക്കളോടാണ് സംസാരിക്കണം കേട്ടോ, രക്ഷിതാക്കളോടാണ് ഞാൻ സംസാരിക്കണത്. പ്രണയിച്ചാൽ കൈമാറുന്ന സാധനം എന്താണ് എന്ന് രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കണം. മോതിരല്ല, ഫോൺ നമ്പറല്ല, പൂവല്ല, കത്തല്ല, മനസ്സല്ല, ഒന്നുമല്ല. പ്രേമിച്ചാൽ കൈമാറുന്ന സാധനം ചോക്ലേറ്റാണ്. അതുകൊണ്ട് ബാഗിൽ ചോക്ലേറ്റ് അമിതമായി കാണുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. എന്താ അങ്ങനെ പറയാൻ കാരണം? പ്രണയത്തിലൊരു ഹോർമോൺ, ഹലോ ഹലോ പ്രണയത്തിലൊരു ഹോർമോണുണ്ട്. പ്രണയിക്കാൻ തോന്നാനൊരു ഹോർമോണുണ്ട്. ആ ഹോർമോണിൻ്റെ പേര് ഡോപ്പോമൈൻ എന്നാണ്. ഡോപ്പമിൻ എന്നും പറയാറുണ്ട്. ഈ ഡോപ്പമൈൻ ഹോർമോൺ ഏറ്റവും കൂടുതലുള്ള ഒരു സാധനം കൊക്കപ്പഴമാണ്. നമ്മളെ കൊക്കക്കോള ഉണ്ടാക്കുന്ന സാധനം കൊക്കപ്പഴത്തിനാണ് അത് ഏറ്റവും കൂടുതലുള്ളത്. കൊക്കപ്പഴം ചോക്ലേറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്നതാണ് ചങ്ങായിമാരെ, ഞാൻ നിങ്ങളോട് തന്നെ ലഭ്യ പറയണേ. പിന്നെ അതൊക്കെയാണ് കഴിയട്ടെ, പറയട്ടെ സദസ്സിനോടാ ചോദിക്കണത്, പറയട്ടെ. റെഡി, ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവുള്ളൂ. കാരണം ഈ വണ്ടികൾ ഇങ്ങനെ പോകുമ്പോഴേ ഇത്രേ കയ്യുള്ളൂ, അതുകൊണ്ടാണ്. പിന്നെപ്പോഴുള്ളൊരു പണി എന്താ വെച്ചാൽ ഞാനിങ്ങനെ നിൽക്കൊക്കെ വേണം, പക്ഷെ ഇങ്ങനെ നിന്നാൽ അധികം നിൽക്കൂല, ആ ഊരവേദന സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് ഞാൻ തന്നെ നിൽക്കുള്ളൂ. എനിക്ക് ഇനി ഉച്ചൻ്റെ ശേഷം തന്നെയാണ് പണി, അതുകൊണ്ട് ഞാൻ തന്നെ നിൽക്കുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഈ കാണുന്ന ഈ കോലത്ത് തന്നെ ഉണ്ടാവുള്ളൂ. ഇതിലപ്പുറം ഇനിയിപ്പോൾ നിങ്ങളിങ്ങനെ ആലോചിക്കുകയാണ് മൂപ്പര് ഇതൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ എപ്പോഴാണ് വയല് തുടങ്ങാമെന്ന് ആലോചിച്ച് നിൽക്കണ്ട. ഇതന്നെയാണ് വയല്. ഇത് 12:30 ആകുമ്പോൾ ദോരന്ന് കണ്ടാണ് നിർത്തുക ചെയ്യുക. അതുകൊണ്ട് വയല് തുടങ്ങിയിട്ടുണ്ട്, നല്ലോണം ശ്രദ്ധിച്ച് ഇങ്ങോട്ട് ഇരുന്നോളി. ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെല്ലുക. നമ്മളൊരു യാനബി അല്ലേ വെക്കുക, യാനബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും അലൈക്കും സലവാത്തുല്ലാഹ് അലൈക്കും. അറിയണൊരു ചെല്ല, അല്ലാത്തൊരു മൂള. അശ്റഖൽ ബദ്റു അലൈനാ ഫഖ്തഫത് മിൻഹുൽ ബുറൂർ മിസ്ല ഹുസ്നിക മാ റഅയ്നാ ഖത്തു
يا وجه سروري يا نبي سلام عليكم عليكم يا حبيب سلام عليكم صلوات الله عليكم. പ്രണയിക്കാൻ തോന്നുന്നു ഒരു പെണ്ണ് ചാടിപ്പോണ ഞാനായിക്കോട്ടെ, ചാടിപ്പോണ ചുരിദാറില്ലായിട്ടാണോ? അല്ല. മോതിരല്ലായിട്ടാണോ? അല്ല. ബിരിയാണി ആയിട്ടാണോ? അല്ല. വാപ്പ ബ്രോസ്റ്റ് കൊണ്ടുവരായിട്ടാണോ? അല്ല. ടൂറ് പോകായിട്ടാണോ? അല്ല. പുസ്തകത്തിന് കായ് കൊടുക്കായിട്ടാണോ? അല്ല. പിന്നെന്തിനാ ചാടണേ? ചാടണേൻ്റെ പിന്നിലെ ഒരു രഹസ്യം, ശരീരത്തിൽ ഒരു പ്രത്യേകമായ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഡോപ്പമൈൻ എന്ന പേരായ ഒരു ഹോർമോൺ ശരീരത്തിൽ ഉണ്ടാകുമ്പോഴാണ് ആഗ്രഹിച്ചത് നേടിയേ അടങ്ങൂ, അയ്മ എന്ത് വന്നാലും വേണ്ടില്ല എന്ന് തോന്നും. അങ്ങനെ തോന്നുമ്പോഴാണ് ഒരു കുട്ടി ചാടുന്നത്. ഈ ഡോപ്പമൈൻ എന്ന പേരായ ഹോർമോൺ ഏറ്റവും കൂടുതലുള്ളത് കൊക്കപ്പഴത്തിലാണ്. കൊക്കക്കോള ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പഴമാണ് കൊക്കപ്പഴം. ആ സാധനം ചോക്ലേറ്റിൽ അടക്കം ചെയ്തിട്ടുണ്ട് എന്നതാണ് പ്രണയിക്കുന്നവർ ചോക്ലേറ്റുമായി കൂടുതൽ ഇടപഴകുന്നതിൻ്റെ കാരണം. എളാപ്പ വിരുന്ന് വന്നപ്പോൾ അല്ലെങ്കിൽ എളാപ്പ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊടുന്ന ചോക്ലേറ്റിനെ പറ്റിയിട്ടല്ല ഈ പറയണത് കേട്ടോ. എപ്പോ നോക്കിയാലും ചോക്ലേറ്റിൻ്റെ ഇടപാടാണ് ഒരു പെൺകുട്ടിക്കുള്ളതെങ്കിൽ ശരീരത്തിൽ ഡോപ്പമൈൻ ഹോർമോൺ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അത് പ്രണയത്തിൻ്റെ അടയാളമാകുന്നു എന്നും മനസ്സിലാക്കണം. ഞാൻ എന്താ പറഞ്ഞു വെച്ചാൽ, പ്രശ്നം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, പരിഹാരം പറയണമല്ലോ. പരിഹാരമാണ് പറയണത്. അതുകൊണ്ട് ഇത് വാപ്പിമ്മി ആദ്യം തിരിച്ചറിയുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഞാൻ മാതാപിതാക്കൾ അറിയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, കുട്ടികൾക്ക് വല്ല പ്രേമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയും കുറേയൊക്കെ കുടുംബം കൊണ്ട് ഒക്കുകയാണെങ്കിൽ അത് നടത്തി കൊടുക്കായിരുന്നു എന്ന് പറയും. അല്ലെങ്കിൽ മതം കൊണ്ട് ഒക്കുകയാണെങ്കിൽ അത് നടത്തി കൊടുക്കായിരുന്നു എന്ന് പറയും. അല്ലെങ്കിൽ സാമ്പത്തികമായി നമ്മളെ നിലവാരത്തിനനുസരിച്ചാണെങ്കിൽ നടത്തി കൊടുക്കായിരുന്നു, ഇതിപ്പോൾ അതൊന്നും അല്ലല്ലോ എന്ന് പറയും. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഒരിക്കലും പ്രണയത്തിൽ നിന്ന് പിന്മാറൂല. കാരണം ഇവിടുത്തെ പ്രശ്നം ഇപ്പം സാമ്പത്തികം ഇല്ലാത്തതാണ്, അത് എനിക്ക് പ്രശ്നമില്ല എന്ന് കുട്ടി തീരുമാനിക്കും. തറവാടിൻ്റെ പ്രശ്നമല്ല, അത് എനിക്ക് പ്രശ്നമില്ല എന്ന് കുട്ടികൾ തീരുമാനിക്കും. സത്യത്തിൽ പ്രണയ വിവാഹത്തിൻ്റെ പ്രശ്നം അതൊന്നുമല്ല. പ്രണയവിവാഹം ഒരിക്കലും നടത്തി കൊടുക്കരുത്. കാരണം പ്രണയവിവാഹങ്ങൾ 5 കാരണങ്ങളെ കൊണ്ട് പരാജയപ്പെടും. അതുകൊണ്ട് പ്രേമിച്ച കല്യാണം ഒരു കാരണവശാലും നടത്തി കൊടുക്കാൻ നിൽക്കരുത്. 5 കാരണങ്ങളെ കൊണ്ട് അത് പരാജയപ്പെടും. ഒന്നാമത്തെ കാരണം എന്താ നിങ്ങൾ? ഒന്നാമത്തെ കാരണം ഞാൻ ഇപ്പോൾ പറഞ്ഞ ഡോപ്പമൈൻ എന്ന പേരായ അല്ലെങ്കിൽ ഓക്സിറ്റോസിൻ എന്ന പേരായ അല്ലെങ്കിൽ സെറിട്ടോണിൻ എന്ന പേരായ ചില ഹോർമോണുകളാണ് ഇതിൻ്റെ കാരണം. ഈ ഹോർമോണിൻ്റെ കാലാവധി 6 മാസം മുതൽ 1 കൊല്ലം വരെയാണ്. കല്യാണം കഴിഞ്ഞാൽ 1 കൊല്ലത്തിൻ്റെ ഇടയിൽ ഈ ഹോർമോൺ നിർവീര്യമാവുകയും അതിനുശേഷം ന്യൂനതകൾ കണ്ടു തുടങ്ങുകയും ചെയ്യും. നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാം. ശരിക്കും കല്യാണത്തിലും തന്നെയാണുള്ളത്. ഒരാൾ ഇപ്പോൾ ഈ ഇരിക്കണയിൽ ഏതെങ്കിലും ഒരാൾ ഒരു പെണ്ണെട്ടിയെന്ന് വിചാരിക്കാം. പെണ്ണെട്ടീൻ്റെ 3-ാമത്തെ ദിവസം പെണ്ണുങ്ങൾ പറഞ്ഞു നമുക്കൊന്ന് ഊട്ടിക്ക് പോകാമായിരുന്നു എന്ന് പറഞ്ഞാൽ പറഞ്ഞ് മുഴുവനാകണതിൻ്റെ മുമ്പ് മോട്ടോർ സൈക്കിൾ ചാട്ടാക്കിയിട്ട് പറയും കയറിക്കോ ബാക്കിൽ അറിയും കൊണ്ടുപോകും ഊട്ടിക്ക്. 6 മാസം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഊട്ടിക്ക് പോകാമായിരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? എന്തേ കാരണം? ഡോപ്പമൈൻ ഹോർമോൺ നിർവീര്യമായി എന്നതാണ് കാരണം. അപ്പോൾ പിന്നെ കല്യാണത്തിലും അങ്ങനെ തന്നെ അല്ലേ എന്ന് ചോദിക്കാം. കല്യാണത്തിൽ അങ്ങനെ തന്നെയാണ്. പക്ഷെ കല്യാണത്തിൽ വേറൊരു ഗുണമുണ്ട്. കല്യാണം ജീവിതം ഇങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കി പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ വന്നതായതുകൊണ്ട് പ്രയാസങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധ്യമാവും. പക്ഷേ പ്രണയവിവാഹത്തിൽ ഒരു പ്രയാസവും ഉണ്ടാവില്ല. ഇതാണ് കിട്ടിയാൽ എല്ലാം കിട്ടിയെന്ന് വിചാരിച്ച് വരികയായതുകൊണ്ട് നേരിയ പ്രയാസങ്ങൾ പോലും സഹിക്കാൻ കഴിയാതെ അവസാനം ട്രെയിനിൻ്റെ ഒട്ടുക്ക് തല വെക്കുന്ന തരത്തിലേക്ക് പോകും. ഇതാണ് ഒന്നാമത്തെ കാരണം. ഡോപ്പമൈൻ നിർവീര്യമാകുന്നതിനാൽ പ്രണയവിവാഹം പരാജയപ്പെടും. രണ്ടാമത്തെ കാരണം
ഒരു പെണ്ണിനെ പ്രേമിക്കാൻ പറ്റണ ചെക്കന് കാണുന്ന പെണ്ണുങ്ങളൊക്കെ പ്രേമിക്കും. പ്രേമിക്കൂലെങ്കിൽ ഓ ആരും പ്രേമിക്കൂലല്ലോ. കക്കണോ എവിടെ ചെന്നാലും കക്കും. കുടിയൻ എവിടെ ചെന്നാലും കള്ളുഷാപ്പ ആദ്യം കാണാം. ചായ കുടിച്ച് ശീലമുള്ള ആൾക്കാരുണ്ട്, അതുപോലെ എവിടെ ചെന്നാലും ഇതാ ഈ മൂന്നാമത്തെ വളവിൽ ചെറിയൊരു ചായപ്പീടി ഉണ്ട് എന്നാ പറയാം. നിക്കരിച്ചണോ എവിടെ ചെന്നാലും നിസ്കാരപ്പള്ളിയെ കാണാം. കള്ളുടിയൻ എവിടെ ചെന്നാലും കള്ളുഷാപ്പ കാണാം. പ്രേമം ഒരാളുടെ ഉണ്ടെങ്കിൽ ഒരു പെണ്ണിൽ മാത്രം ഒതുങ്ങൂല. അത് ഇന്നത്തെ സാഹചര്യം മാറി. നാളെ വേറൊരു ഓഫീസിക്ക് ജോലി മാറിയാൽ അവിടെ ഇതിനേക്കാൾ ചൊറുക്കുള്ള വേറൊരു പെണ്ണുണ്ടെങ്കിൽ അതിനെ പ്രേമിക്കും. കാരണം പ്രേമിക്കുക എന്ന ഗുണം അല്ലെങ്കിൽ ഒരു ദോഷം ഒരാളിൽ ഇരിപ്പുണ്ടെങ്കിൽ അത് ഒരു പെണ്ണിൽ മാത്രം ഒതുങ്ങണതല്ല. കുടിയൻ ഒരുത്തോൾന്ന് മാത്രമല്ല കുടിക്കുക, എല്ലായിടത്തുനിന്നും കുടിക്കും. കള്ളൻ ഒരുത്തോൾന്ന് മാത്രമല്ല കേൾക്കുക, വാപ്പാൻ്റെ പേഴ്സന്ന് വരെ കക്കും. അതുകൊണ്ട് പ്രേമിക്കണവൻ ഒരാളിൽ മാത്രം ഒതുങ്ങൂല. സാഹചര്യം മാറുമ്പോൾ അടുത്തൊരാളെ പ്രേമിക്കും. ഇതാണ് രണ്ടാമത് പരാജയപ്പെടുന്നതിൻ്റെ കാരണം. മൂന്നാമത് പ്രണയവിവാഹം പരാജയപ്പെടുന്നതിൻ്റെ കാരണം വാപ്പാക്കും ഉമ്മാക്കും ഇഷ്ടമുണ്ടാവില്ല എന്നുള്ള തന്നെയാണ്. എങ്ങനെ അനുകൂലമാണ് എന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ വാപ്പാക്കും ഉമ്മാക്കും അനുകൂലം ഉണ്ടാവില്ല. അത് തന്നെയാണ് മൂന്നാമത്തെ കാരണം. നാലാമത്തെ കാരണം പ്രേമിച്ച് വിവാഹം കഴിച്ചതിലുള്ള മക്കൾ പരാജയപ്പെടും എന്നതാണ്. പ്രണയ വിവാഹത്തിലെ മക്കൾ പരാജയപ്പെടും. നിങ്ങളെ അനുഭവത്തിലുള്ള ഏതെല്ലാം പ്രണയ ജോഡികളുണ്ടോ അവരുടെ ഒക്കെ മക്കളുടെ കണക്കെടുത്ത് പരിശോധിച്ചോളി. ഞാൻ നല്ലോണം പരിശോധിച്ചിട്ടാണ് പറയണേ. പ്രണയവിവാഹമാണ് എന്ന് നിങ്ങൾക്കറിയുന്ന മുഴുവൻ ഫാമിലിയുടെയും മക്കളുടെ കഥെടുത്ത് പരിശോധിച്ചോളി. പ്രണയവിവാഹത്തിലെ മക്കൾ പരാജയപ്പെട്ടിരിക്കും, അവർക്ക് വിജയിക്കാൻ കഴിയില്ല. അഞ്ചാമത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാ നബത ഫിൽ ഹറാമി ഫഹുവ ഔലാ ബിന്നാർ എന്ന ഹദീസാണ്. കാരണം മാ നബത ഫിൽ ഹറാമി, ഹറാമിൽ തുടങ്ങിയത്, ഫഹുവ ഔലാ ബിന്നാർ, അത് നരകവുമായാണ് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുക. ഹറാമിൽ തുടങ്ങിയത് നരകത്തിലെ അവസാനിക്കുള്ളൂ എന്നുള്ള ഹദീസാണ് അഞ്ചാമത്തത്. അല്ലെങ്കിൽ അതാണ് ശരിക്കും ഒന്നാമത്തെ. അപ്പം ഞാനത് പറയുമ്പോൾ തോന്നും അതിന് ഹറാമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, കല്യാണം കഴിഞ്ഞിട്ടേ ഒക്കെ ഉണ്ടാവുള്ളൂ എന്ന് തീരുമാനിച്ചതാണല്ലോ എന്നൊരു പക്ഷേ തോന്നിയേക്കാം. അത് നമ്മൾ ഹറാം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് മനസ്സിലാക്കിയെടുത്തുള്ള പ്രശ്നമാണ്. കാണൽ ഹറാമില്ല, പക്ഷെ നോക്കൽ ഹറാമാണ്. 10 മണിക്ക് ബസ് കാത്തുന്നപ്പോൾ കണ്ടു ബസ് സ്റ്റോപ്പിൽ നിന്ന്, ഒരു കുഴപ്പമില്ല. ചൊവ്വാഴ്ചയും കണ്ടു, ഒരു കുഴപ്പമില്ല. ബുധനാഴ്ച പിന്നെയും കണ്ടു, ഒരു കുഴപ്പമില്ല. വ്യാഴാഴ്ച കാണാൻ വേണ്ടി നിന്നാൽ ഹറാമായി. ഹറാമ് തുടങ്ങിയല്ലാന്ന് എങ്ങനെയാണ് പറയണേ? നേത്ര വ്യഭിചാരം അതിൽ നടന്നിട്ടുണ്ട്, സ്പർശന വ്യഭിചാരം നടന്നിട്ടുണ്ട്, സംസാര വ്യഭിചാരം നടന്നിട്ടുണ്ട്, എൻ്റർടൈൻമെൻറ്റ് വ്യഭിചാരം നടന്നിട്ടുണ്ട്. ഇന്നലെ ബാലുശ്ശേരി ഭാഗത്തേക്ക് ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു ചായപ്പീടിയിൽ, ഒരു ബേക്കറിയിൽ അസർ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ചായ കുടിക്കാൻ വേണ്ടി കയറി. അപ്പോൾ അവിടെ ഒരു മൂലയിൽ എഴുതി വച്ചിട്ടുണ്ട് സ്റ്റുഡൻസ് കോർണർ. കുട്ടികൾക്ക് 4 മണിക്ക് സ്കൂൾ ഇട്ടാൽ 5:30 വരെ ജ്യൂസ് കുടിച്ച് കണ്ട് വർത്തമാനം പറഞ്ഞിരിക്കാനുള്ള സ്ഥലം എന്ന്. ഓനും പെൺകുട്ടികളുണ്ടല്ലോ, ഈ ബേക്കറിക്കാരനും ഇല്ലേ പെൺകുട്ടികൾ, ഓനുണ്ടല്ലോ. ഓൻ്റെ പെൺകുട്ടിയാണ് ഈ വന്നിരുന്നിട്ട് 5:30 വരെ വർത്തമാനം പറഞ്ഞിരിക്കണമെങ്കിൽ എങ്ങനെ ഉണ്ടാവും? എന്നിട്ട് അത് വിറ്റ് കാശാക്കിയിട്ട് അവനാൻ്റെ മക്കൾക്ക് തിന്നാൻ കൊടുത്തുങ്ങാണ്ട് ഓല് സ്വാലീങ്ങളാവണം എന്ന് പറഞ്ഞാണ്ട് ബദരീങ്ങളെ ആണ്ട് നിർച്ചയ്ക്ക് 1100 ഉറുപ്പിക കൊടുത്തിട്ട് എന്താ കാര്യം? ഇതൊക്കെയാണ് നമ്മൾ കാട്ടുന്ന പരിപാടി. നിങ്ങൾ സ്കൂളിൻ്റെയും കോളേജിൻ്റെ അടുത്തൊക്കെ ഒന്ന് പറഞ്ഞു നോക്കി. ഞാൻ വയല് പറയാനെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ഇതൊക്കെ നോക്കലുണ്ട്. വയല് പറയണമെങ്കിലും ആണല്ലോ വിഷയം. യാത്രയിൽ ഇതൊക്കെ നോക്കാറുണ്ട്. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി. ദൂരക്കൊന്നും പോണ്ട, ഇങ്ങളെ നാട്ടിലെ, ദൂരക്ക് പോണ്ട, ഇങ്ങളെ നാട്ടിലെ, നിങ്ങളുടെ സ്വന്തം നാട്ടിലെ +2 വരെയുള്ള സ്കൂളിൻ്റെ മുമ്പിലുള്ള ബേക്കറികളിൽ, ചായക്കടകളിൽ, ഹോട്ടലുകളിൽ സ്കൂൾ വിടുന്ന സമയത്തൊന്ന് പോയി നോക്കിയാൽ ഓരോരുത്തർക്കും തോന്നും എന്തിനാ ഇപ്പം ഞാൻ എൻ്റെ കുട്ടീനെ എങ്ങനെ പഠിക്കാൻ പറഞ്ഞയക്കണത് എന്ന്. ഞാൻ പഠിക്കണതിനെതിരല്ല കേട്ടോ ഈ പറയണത്. പക്ഷേ വിഷയം ചിന്തിക്കണം. ഇത് എന്നാൽ ഈ രക്ഷിതാക്കൾ പറഞ്ഞാൽ വേറെ കൂട്ടരല്ലല്ലോ, ഈ ഇരിക്കണ നമ്മൾ തന്നെയല്ലേ ഈ രക്ഷിതാക്കൾ പറഞ്ഞ ആൾക്കാർ. രക്ഷിതാക്കളെ ബോധവൽക്കരിക്കണം എന്ന് സ്റ്റേജുമുള്ളവർ വരാം. ഇതൊക്കെ തന്നെ ഈ രക്ഷിതാക്കൾ പറഞ്ഞ ആൾക്കാർ. ഈ സ്റ്റേജുമുള്ളതും ഈ സാഹസിലുള്ളതും ഈ വയതരണതും ഇതൊക്കെ തന്നെയാണ് ഈ രക്ഷിതാക്കൾ പറഞ്ഞത്. അവനാൻ്റെ കാര്യം അവനെ നോക്കൂടെ? നാട്ടുകാരെ മൊത്തം നോക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവനാൻ്റെ കാര്യം അവനാനൊന്ന് നോക്കൂടെ?
നമ്മളെ കുട്ടി എങ്ങനെയാണ്, നമ്മളെങ്ങനെയാണ് പറഞ്ഞേക്കണത്? 4 മണിക്ക് സ്കൂൾ ഇട്ടിട്ട് എത്രക്കാ വീട്ടിലേക്ക് സ്കൂൾ ഇട്ടിട്ട് എത്തിയതെന്ന് ആലോചിച്ച് കൂടെ? 4 മണിക്ക് സ്കൂൾ വിടുന്ന സ്കൂളിൻ്റെയും കോളേജിൻ്റെയും അടുത്ത് കൂടി യാത്ര ചെയ്യുമ്പോൾ 6 മണിക്ക് ഇപ്പം മഗ്‌രിബ് ബാങ്ക് കൊടുക്കും. ആ സമയത്ത് വരെ സ്കൂളിൻ്റെ അടുത്തുള്ള ചായപ്പീടിയിലും ബേക്കറിയിലും ചുറ്റിക്കറങ്ങുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. ഞാൻ കേരളം മൊത്തം യാത്ര ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ട് പറയാണ്, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്. അതിനും വാപ്പുണ്ടല്ലോ, ആരും പാറൻ്റെ ഉള്ളൊന്നും വന്നതല്ല, ഓൽക്കും ഉമ്മുണ്ട്, ആരും പാറൻ്റെ ഉള്ളൊന്നും വന്നതല്ല. സ്വാലി നബിയുടെ ഒട്ടകം മാത്രമേ പാറൻ്റെ ഉള്ളൊന്ന് വന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ പെറ്റുണ്ടാക്കിയത് തന്നെയാണ്. ഉമ്മി വാപ്പിയല്ലേ? എന്താ നോക്കിയാൽ വാപ്പി ഉമ്മി നോക്കിയാൽ മാത്രമേ കുട്ടികൾ നേരാവുള്ളൂ, നാട്ടിൽ നോക്കിയാൽ നേരാവില്ല. അതുകൊണ്ട് കാര്യങ്ങളെ നല്ല ഗൗരവത്തോടു കൂടെ കാണണം. ഞാൻ ഇപ്പം എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ? നമ്മൾ പലപ്പോഴും രക്ഷിതാക്കളുടെ റോൾ അഭിനയിക്കുന്നില്ല.